ഹലോ, ഞാൻ റിജൂസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CSCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസ് ബയോളജി. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ്. ദ ലൈഫ് സൈക്കിൾ ഓഫ് ആൻജിയോസ്പേംസ് ബ്രാക്കറ്റിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് അതർ പ്ലാന്റ്സ് ഈസ് കാറ്റഗറൈസ്ഡ് ബൈ ആൻ alternation of generation in which haploid bracket n and diploid bracket 2n generations take turns producing each other. The diploid plant, called the saprophyte, produces haploid spores by meiosis. A spore divides by mitosis, giving rise to a multicellular male or female gametophyte. The haploid generation mitosis in gametophytes produces gametes, sperm and eggs. Fertilization results in diploid zygotes. Which divide by mitosis and form new saprophytes. The reproductive structures of angiosperms saprophytes are flowers. Flowers evolved from compressor shoots with 4 whorls of modified leaves separated by short intermodes. These 4 floral organs in sequence from the outside to the inside of the flower are the sepals, petals, stamens and carpels. Flowering plants owe much of their success to the ways in which their sexual reproduction has been updated to dry land. The major adaptations are a. The production of seeds and fruits to nourish and protect the embryo plants and to help in their dispersal. B. The absence of swimming male gametes. Male gametes are carried inside pollen grains to the female parts of the plant, a process called pollination. This is followed by the production of a pollen tube carrying male nuclei to the female gamete. C. The extreme reduction of gametophyte generation, which is poorly adapted to life on land in simpler plants like bryophytes. In sexual reproduction in plants, the life cycle of plants ഒരു ഫിഗർ വരുന്നുണ്ട്. നമ്മൾ ഈ ഫിഗർ ഇപ്പം പറയും. ഫിഗർ 1.20 ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഫിഗറും കൂടി ഓർത്ത് വെക്കണം. വളരെ പ്രധാനപ്പെട്ടത് തന്നെയെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഫിഗർ പറയാണ്, ഫിഗർ 1.20 ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ്. സ്പ്രോഫൈറ്റ് ബ്രാക്കറ്റിൽ 2n എക്സെഷ്യൽ റീപ്രൊഡക്ഷൻ, സൈഗോട്ട് 2n ഫെർട്ടിലൈസേഷൻ, മിയോസിസ്, ഫീമെയിൽ ഗമേറ്റ്സ്, മെയിൽ ഗമേറ്റ്സ്, സ്പോർസ് ബ്രാക്കറ്റിൽ n, ഗമാറ്റോഫൈറ്റ് ബ്രാക്കറ്റിൽ n. Figure 1.20 the life cycle of plants. Sprophyte ബ്രാക്കറ്റിൽ 2n asexual reproduction, പിന്നെ സൈഗോട്ട് 2n ഫെർട്ടിലൈസേഷൻ, മിയോസിസ്, പിന്നെ ഫീമെയിൽ ഗമേറ്റ്സ് n, മെയിൽ ഗമേറ്റ്സ് n, സ്പോർസ് n, ഗമാറ്റോഫൈറ്റ് n. ഈ ആരോകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഫിഗർ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഓർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഫിഗർ ഒന്ന് വീഡിയോയിൽ കാണിക്കാണ്. ഫിഗർ 1.20 ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ്. ഇത് ഭയങ്കര വലിയൊരു ഫിഗർ ഒന്നും അല്ല, എന്നാലും നമ്മളൊന്ന് ഓർത്ത് വെക്കുക ഈ വേർഡ്സും അതുപോലെ തന്നെ ആരോ മാർക്കും ഒക്കെ. കാരണം ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാമല്ലോ, നമുക്ക് പറയാനാവില്ല. നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ അനിമൽസ്. അപ്പം നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ്സ് ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ് ആണ് തുടങ്ങിയത്. അപ്പം അതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ അനിമൽസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ requires the fusion of male and female gametes to form a diploid zygote. Sexual reproduction requires the fusion of male and female gametes to form a diploid zygote. The production of offspring with varying genotypes and phenotypes may enhance reproductive success in fluctuating environments. Animals may reproduce exclusively sexually or asexually, or they may alternate between the two, depending on environmental conditions. Variations in these two modes are made possible through parthenogenesis, hermaphroditism, and sequential hermaphroditism. The mechanism of fertilization. The union of sperm and egg plays an important part in sexual reproduction. The two major patterns of fertilization that have evolved are 1. External fertilization and 2. Internal fertilization. അപ്പോൾ അതിൽ നല്ല വെറൈറ്റി വേർഡ്സ് ഒക്കെ ഉണ്ട്. വേരിയേഷൻസ് ഇൻ ദിസ് ടു മോഡ്സ് ആർ മെയ്ഡ് പോസിബിൾ ത്രൂ parthenogenesis, hermaphroditism and sequential hermaphroditism എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വേർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റ് വരാം, അതൊക്കെ ദയവേത് ക്ഷമിക്കുക. അപ്പം ഇതൊന്ന് വേർഡ്സ് ഒക്കെ ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ക്ലോണിങ് ഓഫ് ആനിമൽസ് തന്നെയുണ്ട്. ബോക്സിൽ കൊടുത്തേക്കുന്നതാണ് ക്ലോണിങ് ഓഫ് ആനിമൽസ്. Cloning of animals. Cloning is the production of genetically identical copy of an individual by asexual reproduction. It may occur naturally, but techniques have been developed that allow the process to be carried out artificially. The first successful cloning of a vertebrate was carried out in the late 1960s by Dr. J. Gordon at Oxford University. Cloning of human embryo was carried out in USA in 1993. Proof the clones were only grown to the stage of a few cells to demonstrate the possibility. The process is banned on ethical grounds in UK by taking a cell from the intestine or skin of frog and introducing its nucleus into an egg cell whose sound nucleus had been destroyed by ultraviolet radiation. Dr. J. Gordon was able to grow a tadpole, which in turn grow into a frog identical to the parent. Experiments like this showed that differentiated specialized cells still contain all information needed to make a whole organism. Such cells are also called totipotent.
ക്ലോണിങ് ഓഫ് അനിമൽസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവത് ക്ഷമിക്കുക. നല്ല പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞു പോകുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ക്ലോണിങ് ഓഫ് അനിമൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാനുള്ളത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് പറയാനുള്ളത്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. Eggs are shed by the female and fertilized by the male in the environment. It requires critical timing, mediated by environmental cues, pheromones, and or courtship behavior. It is most common in aquatic or moist habitats where the zygote can develop without desiccation and heat stress. ഇനി അടുത്തത് പറയാനുള്ളത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ദിസ് ഒക്കേഴ്സ് വെൻ ദ സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ബ്രാക്കറ്റിൽ ഓർ നിയർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ആൻഡ് ദ യൂണൈറ്റ് വിത്ത് ദ എഗ് വിത്തിൻ ഹെർ ബോഡി. ഇറ്റ് റിക്വയർസ് ഇമ്പോർട്ടൻറ്റ് ബിഹേവിയർ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ആനിമൽസ് ആസ് വെൽ ആസ് കോമ്പറ്റബിൾ copulatory organs. Although internal fertilization usually results in favor zygotes than external fertilization, it is accompanied by greater protection of embryos and parental care of the young. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഇന്റേണൽ ഫെർട്ടിലൈസേഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ആൻഡ് പാറ്റേൺസ് ആണ് പറയാനുള്ളത്. ഇത് നമുക്ക് പിന്നെ പറയാം, കാരണം വെച്ചാൽ ഈ സൈഡിൽ ടോപ്പിക്സ് ഉണ്ട്. നമുക്കത് പറഞ്ഞതിന് ശേഷം റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ആൻഡ് പാറ്റേൺസ് പറയാം. ഫസ്റ്റ് വരുന്നത് മീറ്റിംഗ്. ദ യൂണിയൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ നെസസറി ഫോർ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് എൻകറേജ്ഡ് ഇൻ നേച്ചർ. മോസ്റ്റ് ലോവർ ആനിമൽസ് ഹാവ് ഡെഫിനിറ്റ് സീസൺസ് governed by endocrine secretions. In most female mammals, estrus or receptivity to mating is operative only for short periods during the year. ഇനി അടുത്ത പറയാനുള്ളത് ഗമേറ്റ്. It is a sexual reproductive cell that fuses with another sexual cell in the process of fertilization. The cell resulting from the union of two gametes is called a zygote, which undergoes a series of cell divisions until it develops into a complete organism. Gametes, also called germ cells, vary widely in structure. The simplest sexual organisms are isogamous, that is, they produce a single kind of gamete. The identical gametes unite in pair to produce zygotes. Although all isogametes are apparently alike in structure, they are proved to be different in physiological constitution because gametes from the same individual do not successfully unite. The simplest isogametes, those of lower fungi such as molds, are small cells that grow on the ends of body filaments and become detached when mature. Other lower organisms such as lower algae and protozoa have gametes which are formed by division of the protoplasm of single cells. Other lower organisms such as lower algae and protozoa have gametes which are formed by division of the protoplasm of single cells. മെയ്റ്റിങ്ങും ഗമേറ്റും നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. പിന്നെ ബോക്സിൽ കൊടുത്തേക്കുന്ന ടോപ്പിക്കാണ് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ആൻഡ് പാറ്റേൺസ്. Reproductive cycles and patterns. Most animals show definite cycles in reproductive activity, often related to changing seasons. The periodic nature of reproduction allows animals to reproduce when the available energy is more than
the needed for maintenance, and when environmental conditions favor the survival of offsprings, reproductive cycles are controlled by hormones and environmental cues such as changes in temperature, rainfall, day length, and seasonal lunar cycles. Some of the common reproductive patterns noted among animals are parthenogenesis, a, a process in which the egg develops without being fertilized. The adult produced by parthenogenesis are often haploid, and their cells do not undergo meiosis in forming new eggs. Hermaphroditism. Here an individual has both male and female reproductive systems. Each individual encountered is a potential mate, resulting in twice as many offsprings than if only one individual's eggs were fertilized. See sequential hermaphroditism. In this, an individual reverses its sex during its lifetime. In some species, the sequential hermaphroditism is protogynous (female first), while other species are protandrous (male first). See sequential hermaphroditism. In this, an individual reverses its sex during its lifetime. In some species, the sequential hermaphroditism is protogynous (female first), while other species are protandrous (male first).